ഏലിയാവിനെ പോറ്റിയ കാക്ക. പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് ഏലിയാവെ പോറ്റിയ കാക്കയുടെ ജീവിത അനുഭവത്തിലൂടെ ഒന്ന് കടന്നു പോയാലോ? ആരും ഇഷ്ടപ്പെടാത്ത ഒരു പക്ഷിയാണ് കാക്ക. എന്നാൽ ഈ കാക്കയ്ക്ക് എന്താണ് നമ്മോട് പറയാനുള്ളത് എന്ന് നോക്കിയാലോ? ഒരു കാക്കയായി പിറന്നതിനെ ഓർത്ത് ദുഃഖിക്കാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. ഇന്നും പതിവ് പോലെ മൂടി പുതച്ചു കിടന്നു. പുറത്തു പോയിട്ട് എന്ത് ചെയ്യാനാണ്? എന്നും പരിഹാസം, ഒറ്റപ്പെടുത്തൽ, നിന്ന, മടുത്തു ഈ ജീവിതം. ഇന്നും ഈ കൊട്ടാരത്തിൽ തന്നെ കിടക്കാം. 3 നേരം നന്നായി വല്ലതും കഴിക്കാനെങ്കിലും കിട്ടുമല്ലോ. കൊട്ടാരം എൻ്റെ സ്വന്തമൊന്നുമല്ല കേട്ടോ. ആഹാബ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ തട്ടിൻപുറത്താണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. ഇന്ന് പതിവില്ലാതെ എന്താ രാജാവിൻ്റെ മുന്നിൽ ഒരു ബഹളം? ആരോ രാജാവിൻ്റെ മുന്നിൽ വിരൽ ചൂണ്ടി സംസാരിക്കുന്നു. ഞാൻ ചെവിയോർത്തു. ഏതോ തിശ്ബിനായ ഏലിയാവ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ വർഷം അയാൾ പറയാതെ മഴ പെയ്യത്തില്ല എന്നൊക്കെയാണല്ലോ വിളിച്ചു പറയുന്നത്. ഇന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഈ ആഹാബ് രാജാവ് ആളൊരു ഭയങ്കരനാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം രാജാവിൻ്റെ തെറ്റ് ചൂണ്ടിക്കാട്ടിയ മന്ത്രിയെ ഒറ്റ വെട്ടിന് കൊന്നതാണ്. ഇന്ന് ഏലിയാവിൻ്റെ തല മണ്ണിൽ ഉരുളും. പക്ഷേ പ്രവാചകൻ തല്ലോടത്തോടെയാണ് പറഞ്ഞിട്ട് പോകുന്നത്. രാജാവ് അസ്വസ്ഥനാകുന്നുണ്ടല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യത്തിൽ ഉലാത്തുന്നുമുണ്ട്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്തെങ്കിലുമൊക്കെ ആകട്ടെ എന്ന് ചിന്തിച്ച് ഞാൻ ഉറങ്ങാൻ കിടന്നു. വല്ലവരുടെയും കാര്യത്തിൽ എന്തിനാണ് ഇടപെടുന്നത്? നമുക്ക് നമ്മുടെ കാര്യം. എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഞാനും അതിലൊന്നു മാത്രം. പ്രിയ ദൈവമക്കളെ, ഇന്നും നാമും ഇതുപോലെയാണോ? നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കി പോകുമ്പോൾ ദൈവത്തിന് നമ്മെപ്പറ്റി ഒരു പ്രത്യേക ഉദ്ദേശമുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അതിനായിട്ടല്ലോ ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. ചില ദിവസങ്ങൾ കഴിഞ്ഞിട്ട് മഴ പെയ്യാതിരുന്നപ്പോഴാണ് ഞാനും കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നത്. ആ മനുഷ്യൻ സത്യത്തിൽ ഒരു പ്രവാചകനായിരുന്നു. സർവശക്തനായ ദൈവത്തിന്റെ ദൂതൻ രാജാവിനോട് അറിയിച്ചതാണത്രേ. ഇപ്പോൾ രാജ്യത്ത് മഴയില്ല, കനത്ത വെയിൽ, എങ്ങും വറ്റി വരണ്ട ഉണങ്ങിയ ക്ഷാമം, സർവത്ര ബുദ്ധിമുട്ട്, ജനങ്ങൾ വലഞ്ഞു, പട്ടിണി കൊണ്ട് ആളുകൾ മരിക്കാൻ തുടങ്ങി. പ്രജകൾ ആഹാബ് രാജാവിനെ ശപിക്കാൻ തുടങ്ങി. പക്ഷേ കൊട്ടാരത്തിൽ വലിയ ആഹാര പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പവും ഇറച്ചിയും ഒക്കെ സുലഭം. പെട്ടെന്ന് ഒരു രാത്രി എൻ്റെ കൂട്ടിനുള്ളിൽ ഒരു ഭയങ്കര പ്രകാശം വന്നു നിറഞ്ഞു. അതിൽ നിന്ന് ഇങ്ങനെ ഞാൻ കേട്ടു: നീ യോർദാന് കിഴക്കെയുള്ള കെരീത്ത് തോട്ടിനരികെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പോകണമെന്ന് പറഞ്ഞു. ആഹാബ് രാജാവിൻ്റെ കൊട്ടാരത്തിലെ കലവറയിൽ നിന്ന് അപ്പവും ഇറച്ചിയും എടുത്ത് അവിടെ നിന്ന് എൻ്റെ പ്രവാചകന് കൊണ്ടുകൊടുക്കണം എന്നായിരുന്നു ആ ശബ്ദം. അപ്പോഴാണ് ഞാനത് സാക്ഷാൽ സർവശക്തനായ ദൈവത്തിൻ്റെ ദൂതൻ എന്ന് ഞാൻ മനസ്സിലാക്കിയത്. എനിക്ക് എന്തു യോഗ്യതയുണ്ട്? കറുകറുത്ത നിറം, കറകറ ശബ്ദമുള്ള നിർഗിഷ്ടനായ എന്നെ എന്തിനാണ് തിരഞ്ഞെടുത്തത്? ഞാൻ കൊണ്ടുകൊടുത്ത അദ്ദേഹം കഴിക്കുമോ? ഇങ്ങനെ ചോദ്യങ്ങൾ പലതും എൻ്റെ ഉള്ളിൽ കൂടി പാഞ്ഞു. എങ്കിലും ദൈവത്തിൻ്റെ സ്നേഹം ഓർത്തപ്പോൾ ഞാൻ രാവിലെ തന്നെ അപ്പവും ഇറച്ചിയുമായി പ്രവാചകനായ ഏലിയാവിൻ്റെ അരികിലെത്തി. അദ്ദേഹം എന്നെ അരികിൽ ചേർത്ത് എൻ്റെ തലയിൽ വിരലോടിച്ചു. എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ആദ്യമായാണ് ഒരാൾ എന്നെ ഇങ്ങനെ അംഗീകരിച്ചത്. അന്നു മുതൽ തോട്ടിലെ വെള്ളം വറ്റി പ്രവാചകൻ വേറെ സ്ഥലത്ത് പോകുന്നവരെ ഞാൻ എൻ്റെ പ്രവൃത്തി തുടർന്നു. ഇന്നും ഞാൻ വളരെ സന്തോഷവാനാണ്. എന്നിൽ അയോഗ്യതകൾ യോഗ്യതയാക്കി മാറ്റിയ ദൈവത്തിൻ്റെ ദയ ഒന്നുമില്ലാതിരുന്ന എന്നെ ചരിത്ര നിയോഗമായിരുന്നു ദൈവം എന്നെ ഏൽപ്പിച്ചത്. വേദപുസ്തകത്തിൽ പോലും എന്നെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട് എന്ന് പിന്നീട് അറിയുവാൻ കഴിഞ്ഞു. എല്ലാവരും നിന്ദിച്ചപ്പോഴും ഒറ്റപ്പെടുത്തിയപ്പോഴും ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന എന്നെ സ്വർഗസ്ഥനായ ദൈവം ഇത്രമേൽ ഉയർത്തിയെങ്കിൽ, പ്രിയ ദൈവമക്കളെ, നിങ്ങളെ എത്രയധികം ഉയർത്തുവാൻ ദൈവശക്തനാണ്. പ്രിയ ദൈവമക്കളെ, ഓർക്കുക, നിങ്ങളുടെ അനുഭവം എന്തുമാകട്ടെ, വേദനയോ ഒറ്റപ്പെടലോ നിരാശയോ നിന്ദയോ എന്തുമാകട്ടെ, വിഷമിക്കേണ്ട. കാക്കയാൽ ഏലിയാവെ പോറ്റിയ ദൈവം ഇന്നും ജീവിക്കുന്നു. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുക. ദൈവം നിങ്ങളെ തീർച്ചയായും മാനിക്കും. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.